അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാ തവണത്തെയും പോലെയല്ല. ഈ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം രാവിലെ ഉറക്കെണീറ്റപ്പം മുതൽ വിഷമിച്ച് നിൽക്കുന്ന ഈ ഒരു സിസ്റ്ററിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് വേറെ ആരുമല്ല, ബ്ലെസ്ഡ് റാണി മരിയ. ശരിക്കും സിസ്റ്റർ റാണി മരിയയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് 2023 നമ്മുടെ ആക്ട്രസ് വിൻസി അഭിനയിച്ച ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന മൂവി കണ്ടതിന് ശേഷമാണ്. ശരിക്കും ആ ഒരു സിനിമ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ അന്ന് മുതൽ വല്ലാത്തൊരു വിഷമമായിരുന്നു. അതിനുശേഷം ഞാൻ സിസ്റ്റർ റാണി മരിയയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ മനസ്സിൽ ഒരുപാട് ഇടം പിടിച്ചൊരു മുഖം. ചിലരുടെ ജീവിതങ്ങൾ അങ്ങനെയാണ്, നമ്മളെ വല്ലാതെ സ്പർശിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയെക്കുറിച്ചാണ്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ലൂർദുപുരത്ത് ജനിച്ച മേരി വറീദ് എന്ന പെൺകുട്ടി സന്യാസ ജീവിതം സ്വീകരിച്ച് സിസ്റ്റർ റാണി മരിയ ആയപ്പോൾ അവൾ തന്റെ ജീവിതം മാറ്റിവെച്ചത് മധ്യപ്രദേശിലെ ആദിവാസികൾക്ക് വേണ്ടിയും കുടിയേറ്റ കർഷകർക്ക് വേണ്ടിയും കൂടിയായിരുന്നു. അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ ഉപദ്രവിച്ച പലിശ മാഫിയക്കെതിരായും അനീതിക്കെതിരായും ധൈര്യത്തോടെ ശബ്ദമുയർത്തിയ സിസ്റ്റർ. അവരുടെ ഉന്നമനം മാത്രമായിരുന്നു സിസ്റ്റർ റാണി മരിയ ആഗ്രഹിച്ചത്. എന്നാൽ 1995 ഫെബ്രുവരി 25 മധ്യപ്രദേശിലെ ഉദയ് നഗറിൽ നിന്നും ഇൻഡോറിലേക്ക് യാത്ര ചെയ്തിരുന്ന സിസ്റ്റർ റാണി മരിയയെ യാത്രാമധ്യേ ബസ്സിൽ വെച്ച് തന്നെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒരു കൊട്ടേഷൻ പ്രകാരം കൊലയാളിയായ സമ്മന്ദർ സിംഗ് എന്ന ആൾ ബസ്സിൽ കയറിയതിനു ശേഷം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ സിസ്റ്ററിനെ ക്രൂരമായി കൊലപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സിസ്റ്ററിന്റെ ശരീരത്തിൽ 54 കുത്തുകളേറ്റു എന്ന് കണ്ടെത്തി. പാവപ്പെട്ട കർഷകർക്കും ഗ്രാമീണർക്കും വേണ്ടി സിസ്റ്റർ നടത്തിയ സാമൂഹിക പ്രവർത്തനങ്ങൾ അവിടുത്തെ ജന്മികൾക്കും പലിശക്കാർക്കും വിരോധമുളവാക്കി. അങ്ങനെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സിസ്റ്ററുടെ ജീവൻ അവർ അപഹരിച്ചു. ഇത്രയും ക്രൂരമായി ഒരു ജീവൻ ഇല്ലാതാക്കിയതിനു ശേഷവും സിസ്റ്റർ റാണി മരിയയുടെ കുടുംബം ആ കൊലയാളിക്ക് മാപ്പ് നൽകി. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി ആ കുടുംബം മാറി. പിന്നീട് ആ കൊലയാളി തന്റെ തെറ്റുകളോർത്ത് മാനസാന്തരപ്പെടുകയും നന്മ നിറഞ്ഞ തന്റെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തി വെക്കുകയും ചെയ്തു. 2017 കത്തോലിക്ക സഭ അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. സിസ്റ്ററിന്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്: സ്നേഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.